തമിഴ്നാട്ടിൽ നിന്ന് ബാംഗ്ലൂരോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഒരു റിസർവ് ഫോറസ്റ്റാണിത്. ഇത് വളരെ കുറേ ദൂരമുണ്ട്. ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇതിനകത്ത് വന്യമൃഗങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ വലിയ പൊക്കത്തിലുള്ള വൃക്ഷങ്ങളൊന്നും അങ്ങനെ ഇല്ല. കണ്ടാൽ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ കാടും മലകളും വലിയ മലകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോറസ്റ്റ് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ തോന്നിക്കുന്നില്ല. എങ്കിൽ പോലും നല്ല ഫോറസ്റ്റ് കുറച്ച് വൈഡ് ഏരിയയിൽ ആയിട്ടാണ് കിടക്കുന്നത്. കാണാനും വളരെ ഭംഗിയാണ്. ചെറിയ ചെറിയ കുറ്റി ചെടികൾ പോലത്തെ മരങ്ങളാണ് അല്ലേ, അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് നിൽക്കുന്നത്. നല്ല രസമാണ് കാണാന്. അപ്പം ബാംഗ്ലൂരിലെ റിസർവ് ഫോറസ്റ്റ് എല്ലാവരും കാണുക. ബാംഗ്ലൂർ സിറ്റികളൊക്കെ കാണുന്ന കൂട്ടത്തില് ബാംഗ്ലൂരല്ല, ബാംഗ്ലൂരിനൊക്കെ ഒരുപാട് മുമ്പാണ്. അതായത് തമിഴ്നാട്, കർണാടക ആ ഒരു ഏരിയ, ബോർഡർ ഏരിയ ആയിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ. അതുപോലെ തന്നെ ഓരോരുത്തർ പറയാറുണ്ട് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോണേ, സൂക്ഷിച്ചോണേ, അവിടെയാണെങ്കിൽ പിന്നെ ഫോറസ്റ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എങ്കിൽ അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമൊന്നും അവിടെ നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങളിപ്പം കുറേ നാള് പോയി. മോൻ്റെ അടുത്തേക്ക് ഞങ്ങളൊരു 4-5 വട്ടം ഞങ്ങൾ നമ്മുടെ കാറിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താണെന്നറിയാം, വിജനമായ ഏരിയ ആണ്. കുറേ ദൂരം, അതായത് കിലോമീറ്ററുകളോളം അതുപോലെ ആ ഫോറസ്റ്റ് ഏരിയ അങ്ങനെ കിടക്കുകയാണ്. റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പം അവിടെ ആണെങ്കിൽ വിജനമായ ഏരിയ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പറയുന്നത്. ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. കടകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ പോലും നമ്മൾ കയ്യിൽ കരുതിക്കൊണ്ട് പോകണം. അത്ര കുറച്ച് ദൂരമേ ഉള്ളൂ. എങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ രാത്രിയിലൊക്കെ ആണെങ്കിൽ മൊത്തം ട്രക്കുകളാണ് പോകുന്നത്. അപ്പം ഈ റിസർവ് ഫോറസ്റ്റിലാണെങ്കിൽ കുറച്ച് കയറ്റം പോലെ കേട്ടോ, കയറ്റമുണ്ട്. നമുക്ക് പക്ഷെങ്കിൽ ആ കയറ്റം അറിയത്തില്ല. ട്രക്കുകളൊക്കെ വളരെ സ്ലോവിലായിരിക്കും പോകുന്നത്. അപ്പം അതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ നമുക്കും വളരെ സ്ലോവിലേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ കയറി അങ്ങ് പോകാം. നമ്മുടെ വണ്ടി, കാറൊക്കെ നമുക്ക് കയറി അങ്ങ് പോകും. ട്രക്കുകൾ പലതും നിന്ന് പോകുന്നുണ്ട് കയറാൻ പറ്റാതെ. അങ്ങനെ ഒരു ചെറിയ കയറ്റമായിട്ടാണ് ഇത് കിടക്കുന്നത്. പക്ഷെ നമുക്ക് കാഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ അറിയത്തേ ഇല്ല. വണ്ടി കയറുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കയറ്റം അറിയത്തുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു. നമ്മളെല്ലാം കൂടുതലും പിന്നെ ഈ വഴിക്കൂടെ പോകുമ്പോൾ നമ്മൾ മറ്റുള്ള ബിൽഡിങ്ങുകളും അപ്പോൾ അതുപോലെയുള്ള കാഴ്ചകളല്ലേ കാണുന്നത്. പിന്നെ രാത്രിയില് അതെ രാത്രിയിലാണ് കൂടുതലും നമ്മുടെ യാത്ര. ഇന്ന് പക്ഷെങ്കിൽ നമ്മള് പകല് യാത്ര ചെയ്തുകൊണ്ടാണ് റിസർവ് ഫോറസ്റ്റ് എടുക്കാനെത്തത് കേട്ടോ. ഞാൻ ഒരുപാട് നാള് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് റിസർവ് ഫോറസ്റ്റ് എടുക്കണമെന്ന്. പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം രാത്രി ആയതുകൊണ്ട് നമുക്കത് എടുക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അതുകൊണ്ട് അതെ, രാത്രി എടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് എല്ലാം കാട് പോലിരിക്കും. അത് കൊള്ളാം. അപ്പൊ എല്ലാവരും ഫോറസ്റ്റ് കാണുക. ഓക്കെ, ബൈ ബൈ. ഹായ്, ബൈ ബൈ.